പുതിയ വർഷത്തിൽ ആദ്യത്തെ ഞായറാഴ്ച ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാനുള്ള അവസരം കൂടി ദൈവം നൽകി തന്നു. പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപകൾ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പകർക്കാലമായിരിക്കും. ദൈവം നമുക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അതിശയങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു. ലോകത്തിൽ പല വിധത്തിലുള്ള സംഭവങ്ങൾ ഒക്കെ നടന്നപ്പോൾ ദൈവം നമ്മെ സുരക്ഷിതരായി ആരോഗ്യത്തോടെ ബലത്തോടെ ആയുസ്സോടെ നിലനിർത്തി നമ്മെ ഈ പുതിയ വർഷത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ദൈവസന്നിധിയിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു. അവ നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. ദൈവത്തിന്റെ കൃപകളെ നമുക്ക് ഓർക്കാം, ദൈവം ചെയ്ത നന്മകളെ ഓർക്കാം, ദൈവം ചെയ്ത അതിശയ പ്രവർത്തികളെ ഓർക്കാം. നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൽ നിന്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വരുന്നു. പിതാവേ, നീ ഞങ്ങളുടെ സംഗീതവും ബലവുമാണ്. ഞങ്ങൾക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന ഞങ്ങളുടെ ദൈവമാണ്. അവിടുത്തെ പ്രവർത്തികൾ അത്ഭുതകരമായ പ്രവർത്തികളാണ്. കർത്താവ് 24-ന്റെ ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ സുരക്ഷിതമായ കരവലയത്തിനുള്ളിൽ അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. ഈ പുതിയ വർഷത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നു. തിരുസന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ പുതിയ വർഷത്തിൽ ഇതിന്റെ ആരംഭ ദിവസം മുതൽ ഈ വർഷത്തിന്റെ അവസാന ദിവസം വരെ അതിശയത്തോടും അത്ഭുതത്തോടും ദൈവകൃപയോടും കൂടി ജീവിക്കുവാൻ നിന്റെ മക്കളാകുന്ന ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ദൈവത്തിന്റെ കാവലും പരിപാലനവും ഓരോ വ്യക്തിയോടും കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എത്ര വലിയവനായ ദൈവമാണ്. അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഓർക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാനും ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോട് ആയിരിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പ്രാരംഭത്തിൽ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്താൽ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വെടിപ്പാക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങളിൽ കർത്താവ് സൃഷ്ടിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ആരാധന ഇന്ന് പകൽക്കാലം ഏറ്റവും അനുഗ്രഹകരമാക്കി കർത്താവ് തീർക്കണം. എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ഉണ്ടാകണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും പാടുവാനും ദൈവവചനത്തിൽ കൂടി ചിന്തിക്കുവാനും അങ്ങനെയുള്ള എല്ലാ ശുശ്രൂഷകളും ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹകരമായി തീരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാട്ടുകൾ നയിക്കുവാൻ കർത്താവ് ശക്തീകരിക്കണമേ, ദൈവകൃപയാൽ ബലപ്പെടുത്തണമേ. കർത്താവിന്റെ സന്നിധി ഞങ്ങളുടെ ഹൃദയങ്ങളെ പകരുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോടെ കേൾക്കുമാറാകണമേ. ഈ വർഷത്തിന്റെ ആരംഭ ഞായറാഴ്ച കൂടി വന്ന് നമ്മൾ വീണ്ടും കർത്താവിനെ ആരാധിക്കുവാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോട് നമ്മൾ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ച് നമ്മുടെ ബന്ധുക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ മക്കള്, ചർച്ചക്കാരെ എല്ലാവരെയും അവരുടെ ദൈവം പരിപാലിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മളെല്ലാവരും കൃപ ലഭിച്ചവരാണ്. കൃപ ലഭിച്ചവരായിട്ടല്ലാതെ ആരുമില്ല. നമ്മൾ ദയ ലഭിച്ചവരാണ്. നമ്മൾ കർത്താവിന്റെ ക്ഷമ ലഭിച്ചവരാണ്. നമ്മൾ കർത്താവിന്റെ നന്മ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് അതുങ്ങളെ തുറന്ന് കൈകളെ അടിച്ച് പാട്ട് പാടാം. കൃപ ലഭിച്ചവരെല്ലാം സ്തുതിച്ചു. കൃപ ലഭിച്ചോ
Thank you.
പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. മന്ത്രിയാം ദൈവം നിത്യസാധനാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാവിരാജനാം മശിഹ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം അമേ നിത്യസാധനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാവിരാജനാം മശിഹ. Sunday,
ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഗ്രഹം എന്ന് നാം കേൾക്കുമ്പോൾ നാം മെറ്റീരിയൽ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് സാധാരണ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത്. എന്നാൽ ആത്മീയ അനുഗ്രഹം, ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങുന്ന ഒരു വർഷമായി ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ട്, കൃപാവരങ്ങൾ കൊണ്ട് നാം നിറയപ്പെട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ, അങ്ങനെ ദൈവത്തിന് പ്രയോജനമുള്ള മക്കളായി നമ്മെ തീർക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം സാധാരണ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും, നമ്മുടെ സഭയിലെ കുടുംബങ്ങൾ, ഇവിടുത്തെ പ്രിയാച്ചായനെയും അമ്മച്ചിയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സജി ബ്രദറിനെയും ബിന്ദു സിസ്റ്ററിനെയും ബബീനെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രസാദ് ബ്രദറിനെ നമുക്ക് ഓർക്കാം. സിസ്റ്റർ ആനി ഫിലിപ്പിനെ നമുക്ക് ഓർക്കാം. ആ കുടുംബമായി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തെ നമുക്ക് ഓർക്കാം. അവരുടെ മക്കൾ ആശ്വരി, ആയുഷ്, അവരെ നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ജസ്റ്റിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞല്ലോ, ഈ ഇന്ത്യയിൽ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന കർത്താവിൻ്റെ വയൽ പ്രദേശത്തായിരിക്കുന്ന അനേകം പാസ്റ്റർമാർ പ്രതികൂലങ്ങളൊക്കെ അനുഭവിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ പ്രതികൂലങ്ങളിൽ നിന്ന് ദൈവം അത്ഭുതകരമായി വിജയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലാണ് പാസ്റ്റർ നൈനാൻ തോമസ്. ആ ദൈവദാസനെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞല്ലോ, പാസ്റ്റർ കെ ജെ മാത്യു ടെന്നസി, ചാറ്റൂർ ടെന്നസി, പ്രിയ ദൈവദാസൻ കഴിഞ്ഞ കുറച്ച് നാളുകളുണ്ട് ശാരീരികമായി സൗഖ്യമില്ലാതെ ഇരിക്കുന്നു. ലുക്കീമിയയുടെ ഒരു പ്രയാസത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വാസത്തോട് ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സിസ്റ്റർ സുമിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർന്നും ആ പ്രിയ സഹോദരിയെ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം അത്ഭുതം ചെയ്ത് ശാരീരികമായ പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ ദൈവം കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ ആരാധന നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആരാധനയിൽ ആദ്യം മുതൽ അവസാനം വരെ നടക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാം പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ലോർഡ് സപ്പറുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ജീവിതത്തെ കർത്താവ് വെളിപ്പാക്കണമേ. നമ്മൾ ആരും അഴുക്കായിട്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. എപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് കടന്നു വരുമ്പോൾ നമുക്ക് ദൈവകൃപയാൽ നിറയപ്പെടുവാനും ദൈവസന്നിധി അനുഗ്രഹം പ്രാപിക്കുവാനും താഴ്മയുള്ള ഒരു ഹൃദയമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്നവർക്ക് ഈ സമയത്തെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. Thank you, Jesus. Praise you, God. Praise you, God. Praise you, God. Hallelujah. Your stop. Praise you, Jesus. Hallelujah. Hallelujah. Glory, 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 glory. Amen. Hallelujah. Praise God. Praise God. Praise God. Praise you, Jesus. Hallelujah. Glory, 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 glory. മഹത്വപ്പെടുത്തുവാനും അടിയുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും കൊണ്ടിരിക്കണമേ നാഥ. നിന്റെ സന്നിധിയെ സമർപ്പിച്ച് ജീവിപ്പാൻ ദൈവങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സമയം കുടുംബത്തെ കർത്താവേ ചുരുക്കം ചിലരാണ് കർത്താവേ അറിയുന്നല്ലോ നാഥ.
ഹല്ലേലൂയ കർത്താവിന്റെ ആരംഭം മുതൽ കർത്താവേ തിരുസാന്നിധ്യം നിങ്ങളോട് കൊണ്ടേയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവേ അനുഗ്രഹങ്ങൾ കർത്താവേ നിരാശരായി പോകാതെ കർത്താവേ ഹല്ലേലൂയ ഏറ്റവും അധികം ശക്തിയിൽ നിന്നെ ആരാധിപ്പാനും ഹല്ലേലൂയ സഹായിക്കണമേ ഹല്ലേലൂയ വിടുതലിന് ആവശ്യമായ ജനങ്ങളെ തക്ക സമയത്ത് ദൈവമേ കൂട്ടിവരുത്തണമേ ഹല്ലേലൂയ അവരോട് നടക്കുന്ന എല്ലാ കൂട്ടായ്മകളെയും കർത്താവേ ദൈവമേ അനുഗ്രഹിക്കണമേ കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ തിരുനാമം ഹല്ലേലൂയ അടിയങ്ങളുടെ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ അടിയങ്ങളുടെ പാട്ടിലൂടെ അടിയങ്ങളുടെ കർത്താവേ ഹല്ലേലൂയ വചന ധ്യാനത്തിലൂടെ നിന്റെ നാമം മഹത്വപ്പെടുത്തുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ അടിയങ്ങളുടെ ജീവിതത്തിലെ തിരുനാമം മഹത്വപ്പെടുക്കണം ഹല്ലേലൂയ അടിയങ്ങളുടെ പോക്കിലെ തിരുനാമം മഹത്വപ്പെടുക്കണം അടിയങ്ങളുടെ വാക്കിലെ തിരുനാമം മഹത്വപ്പെടുക്കണം അടിയങ്ങളുടെ നോട്ടത്തിലെ തിരുനാമം മഹത്വപ്പെടുക്കണം ഹല്ലേലൂയ നിന്റെ നാമത്തിന് ഹല്ലേലൂയ മഹത്വത്തിന് കുറവായതൊന്നും അടിയങ്ങളുടെ ഹല്ലേലൂയ വിശുദ്ധിയോടെ നീതിയോടെ നിർമ്മലതയോടെ നിരസക്തിയായിരിക്കാൻ ദൈവത്തിനെ സഹായിക്കണമേ കർത്താവേ ഹല്ലേലൂയ നിങ്ങളെ മുഖ്യമായി സമർപ്പിക്കുന്ന കർത്താവേ പ്രാർത്ഥനാ വിഷയങ്ങളെ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവേ ശാരീരികമായ സൗഖ്യമില്ലാതെ ശുദ്ധദാസനെ കൃപകളിലേക്ക് തരുന്നതാ തക്ക സമയത്ത് കർത്താവേ വിടുതലായിരിക്കണമേ ഹല്ലേലൂയ നിന്നോട് കൊണ്ടുള്ള കരം നീട്ടി കർത്താവേ നിന്റെ മകനെ സൗഖ്യമാക്കണമേ ഹല്ലേലൂയ 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 സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാൽ ഹല്ലേലൂയ അടിയങ്ങളെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ വിടുതലിന് നൽകണമേ കുടുംബത്തോട് മനസ്സറിയണമേ ഹല്ലേലൂയ അടിയങ്ങളെ മറ്റൊരാരെങ്കിലും സൗഖ്യമില്ലാതെ ഏൽപ്പിക്കുന്ന കർത്താവേ ഹല്ലേലൂയ നിന്റെ സൗഖ്യദായകനായ യഹോവയിൽ ആശ്രയിപ്പാനും കടന്നു പോകാൻ ദൈവത്തെ സഹായിക്കണമേ കർത്താവേ ഹല്ലേലൂയ 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 കർത്താവേ ഹല്ലേലൂയ സുവിശേഷ വിരോധികളാൽ കർത്താവേ കഷ്ടം അനുഭവിക്കുന്ന അനേകരുണ്ട് ഹല്ലേലൂയ കർത്താവേ നിന്റെ വേല ചെയ്യുന്ന മക്കളോട് കരുണ ചെയ്യണമേ കർത്താവേ അവരെ ശക്തിപ്പെടുത്തണമേ കർത്താവേ ഹല്ലേലൂയ എതിരാളികളുടെ കൂടെ കർത്താവേ നിന്നോട് കൂടുതൽ അടുപ്പാൻ ഹല്ലേലൂയ നിന്നെ കൂടുതൽ ആശ്രയിപ്പാൻ ഹല്ലേലൂയ അത് കർത്താവേ ദേശത്തിൽ വിടുതലായി തീരുവാൻ ദൈവത്തെ സഹായിക്കണമേ കർത്താവേ സ്തോത്രം 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 കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ ഓരോ കുടുംബങ്ങളെയും തരുന്നതാ സമയം നയിക്കുന്നതിൽ തരുന്നതാ അവരുടെ കുടുംബങ്ങളെ കർത്താവേ ശേഷം വേലകളെ മാനിക്കണമേ കർത്താവേ ഹല്ലേലൂയ അത് ദേശത്തിന് വിടുതലായി തീരുവാൻ സഹായിക്കണമേ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മക്കളെ ഉപയോഗിച്ചുകൊള്ളുവാനാണ് ഹല്ലേലൂയ ഹല്ലേലൂയ അവരുടെ കർത്താവേ ഹല്ലേലൂയ അവരുടെ പ്രാർത്ഥന കർത്താവേ മക്കളെ അനുഗ്രഹിക്കണമേ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ സമയം നിങ്ങൾക്ക് നൽകി കർത്താവേ അവരുടെ ഭവനം കർത്താവേ നിങ്ങൾക്ക് തുറന്നതിനാൽ സ്തോത്രം അത് മുഖാന്തരം അനുഗ്രഹമായ തീരുമാനം കർത്താവേ സതിയെ അനുഗ്രഹിക്കണം ബിസിനെ അനുഗ്രഹിക്കണം ഭഗിനെ അനുഗ്രഹിക്കണം പിതാവിനെ മാതാവിനെ അനുഗ്രഹിക്കണം ഹല്ലേലൂയ കർത്താവേ ദേശത്തിന് വിടുതലായി ഹല്ലേലൂയ കുടുംബം ഹല്ലേലൂയ ദൈവത്തെ സഹായിക്കണമേ കർത്താവേ കർത്താവേ സ്തോത്രം കർത്താവേ വാസത്തിലായിരിക്കുന്ന മക്കളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഹല്ലേലൂയ കർത്താവേ സംബന്ധമേ കർത്താവേ പ്രിയമച്ചിയെ അനുഗ്രഹിക്കണമേ കർത്താവേ നിങ്ങളോടൊപ്പം ആരാധനയെ കൂട്ടിവരുത്തേ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ കർത്താവേ നിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന വേലകളെ കർത്താവേ നീ മാനിക്കണമേ കർത്താവേ ദേശത്തവരെ ഉയർത്തണമേ സ്തോത്രം സ്തോത്രം പരിശുദ്ധാത്മാവിനെ നിറവിൽ ആരാധിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ വേണ്ടിയിട്ടാൻ ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ ശക്തീകരിക്കണമേ പൈതന്റെ അനുഗ്രഹിക്കണമേ അവർക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം കർത്താവേ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനമുള്ളവരെ ജീവിപ്പാൻ അവരെ സഹായിച്ചു കർത്താവേ ഹല്ലേലൂയ ക്ഷേത്രങ്ങൾ തരുന്ന കർത്താവേ നമ്മളെ സഹായിക്കണമേ ഇവിടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ കാലാവസ്ഥയുടെ യാതൊരുവിധമായ പ്രശ്നങ്ങളും കൂടാതെ ദൈവത്തെ കാത്തു പരിപാലിക്കണമേ കർത്താവേ ഹല്ലേലൂയ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ വീണ്ടും ശക്തീകരിച്ചു കർത്താവേ സ്തോത്രം 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 ഹല്ലേലൂയ ഇവിടെ കടന്നു വന്ന കർത്താവേ കടന്നുപോയിരിക്കുന്നത് ഹല്ലേലൂയ എല്ലാ മക്കളെയും സ്തോത്രം ഹല്ലേലൂയ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ കഷ്ടങ്ങളേൽപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ നിന്നെ അറിയാത്തവരായ കർത്താവേ ഹല്ലേലൂയ നിന്റെ വചനം കേട്ടിട്ടില്ലാത്തവരായ അനേകരുണ്ടല്ലോ നാഥാ ഹല്ലേലൂയ അവരുടെ ഇടയിലേക്ക് നിന്റെ ദൂതമായി ചെല്ലുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ മക്കളെ സഹായിക്കണമേ നിങ്ങൾ ഓരോരുത്തരെയും ഉയർത്തണമേ നാഥാ സ്തോത്രം 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 ഹല്ലേലൂയ 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 നാമം മഹത്വപ്പെടുത്തണം നാഥാ നീ ഉന്നതൻ ഹല്ലേലൂയ ഹല്ലേലൂയ നീ ശാശ്വതവാസി ഹല്ലേലൂയ നീ നിത്യദൈവം ഹല്ലേലൂയ നീ അല്ലാതെ ഒരു ദൈവമില്ല ഹല്ലേലൂയ
ഹല്ലേലൂയ നിന്നെ മുറ്റുമായി സമർപ്പിക്കുന്ന നാഥാ ഹല്ലേലൂയ കുടുംബമായി അനുഗ്രഹിക്കണമേ ഇത്രത്തോളം നീ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ നീ ഒന്നുമില്ല ഏതുമില്ലെന്ന് സമ്മതിക്കുന്ന നാഥാ നിന്റെ കൃപയാലെ ഞങ്ങളെ നിർത്തണമേ നാഥാ ഹല്ലേലൂയ കുടുംബജീവിതത്തിലെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ സഹായിക്കണമേ നിന്റെ അനുഗ്രഹങ്ങളെ തടയുന്നതായ എല്ലാ ശക്തികളുമേ നസ്രേനെ സർവ ബഹുമാനവും അപ്പച്ചന് അർപ്പിക്കുന്ന നാഥാ അതോടൊപ്പം നിന്റെ സാന്നിധ്യത്തിന് മറച്ചാട്ടെ തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ കർത്താവേ ഹല്ലേലൂയ പ്രിയ ജസ്റ്റിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ മകനെ കൂടെ മൊത്തത്തിൽ കൂട്ടി വരുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ പൈതലിനെ അനുഗ്രഹിച്ചു വഴി നടത്തുന്നവേ അവന്റെ ജീവിതത്തില് അവന്റെ പഠിത്ത കാര്യങ്ങളിലെ കർത്താവേ ഹല്ലേലൂയ നിന്നെ ഉയർത്തുന്നവനായി തീരുവാൻ സഹായിക്കണമേ പിതാവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് പലരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ അവൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി ദേശത്തിന് കുടുംബത്തിന് സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ സഹായിച്ചാണ് കർത്താവേ സർവ്വമാനവും തന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തരുന്ന യാചിക്കുന്ന കൃപയുടെ ഓർക്കണം പിതാവേ Amen. Hallelujah. Hallelujah. Praise you, Jesus. Hallelujah. We trust in you, Jesus. We trust in you. Lord, let your blessing fall upon us today. Oh, help us to hear your voice today, Jesus. Hallelujah. Hallelujah. Glory, glory,
Yes. Yes, Lord. Praise God. Praise God. Okay, so let us stand up in the presence of God and read Psalm 121. We read this Psalm one time before, but we read it again. Psalm 121. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് കാണാം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഇടത്തേയും വലത്തേയും എന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. നാം വായിച്ചു കേട്ട ഈ സങ്കീർത്തനത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ വലിയ കൃപയുടെ പരിപാലനം ഈ 25 ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മേൽ വരുവാൻ നമുക്ക് അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന ഒരു ദൈവം, നമ്മൾ പോകുന്ന വഴിയിൽ നമ്മെ കാക്കുന്ന ഒരു ദൈവം, നാം തിരികെ വരുമ്പോൾ നമ്മോട് കൂടിയിരിക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്ന ദൈവം. ഈ ദൈവം എത്രയോ നല്ലവനായ ദൈവമാണ്, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ദൈവമാണ്, നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ആ ദൈവം, നമ്മുടെ പേഴ്സണൽ വ്യക്തിപരമായി നമ്മെ അറിയുന്ന ദൈവം. ഈ വലിയ ദൈവത്തെ അറിയുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം എത്രയോ വലിയതാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സംരക്ഷണം ഈ 25 എല്ലാവരുടെയും ഉണ്ടാകുക. കർത്താവേ, ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളെ പുലർത്തിയ ദൈവം, നടത്തിയ ദൈവം, ഈ 25 ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, 25 അവസാനം വരെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ സന്നിധി നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവീയ അനുഗ്രഹങ്ങളെ കർത്താവ് നൽകണമായി. സകലരും ആത്മീയമായും ശാരീരികമായും മാനസികമായും ദൈവകൃപയുടെ വലിയ അളവില്ലാത്ത ദൈവകൃപ അനുഭവിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധി സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ വലിയ നാമം. ആമേൻ. So let us be seated in the presence of God. I'm not going to take too much time to say any introductions as usual. There is no birthday for this week, but next week we have a Wilson's birthday. I looked that up. No, there's one birthday coming up next week. Somebody's birthday is coming. But that's your birthday, right? Yeah, that's your birthday. Somebody's birthday. I know there is one birthday coming up next week, and I was thinking whether we need to celebrate that this week or next week, but that falls next week, so we will celebrate that next week. So the Lord had been good to all of us, and I officially
wish you a happy new year. Since we didn't have the watch night service, we didn't get to welcome you to the new year at that time, but now I welcome all of you to the 2025. You already entered the new year. You are happy and you are blessed, and the Lord will continue to bless each and every one of us. So today we have the Lord's Supper, and I mentioned earlier that we're going to do the Lord's Supper after the message. We're going to do the Lord's Supper after the message. So we will go ahead and take the offering at this time. This is a little song. This is a little song for the offering. യേശുവിൻ നാമം യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ യേശുവിൻ നാമം യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ ഞാനെന്നും സ്തുതിക്കാം ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം
സമാധാനത്തിന്റെ ദൈവമാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം നൽകി നമ്മുടെ ആശങ്കകളെ അകറ്റി നമ്മുടെ ഭയങ്ങളെ മാറ്റി ദൈവം ദിനംതോറും സന്തോഷത്തോടെ ദൈവമക്കളുടെ ജീവിതത്തിൽ പണമില്ലെങ്കിലും അവർക്കുള്ള ഒരു കാര്യം ആനന്ദമാണ്, സന്തോഷം, ദൈവിക സന്തോഷം. ആ ദൈവിക സന്തോഷത്താൽ ദൈവം നമ്മെ നിറച്ചു. ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് പകൽക്കാലം തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തോളം ഞങ്ങൾക്ക് സഹായിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾക്ക് എല്ലാറ്റിലും ഉപരി ദൈവകൃപ അധികം പ്രാപിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഞങ്ങളിൽ കടന്നു വരുവാൻ ആദിമ നൂറ്റാണ്ടിൽ കർത്താവേ അങ്ങയുടെ ദാസന്മാരിൽ ദൈവം പ്രവർത്തിച്ചതുപോലെ ഈ നാളുകളിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിന്റെ മക്കളുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ കർത്താവിന്റെ ആത്മശക്തി അയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കുന്ന ഒരു ദൈവം, ഞങ്ങളുടെ വീഴ്ചകളെ താഴ്ചകളെ ഓർക്കാത്ത ഒരു ദൈവം. ഓ ഹല്ലേലൂയ, അവിടുത്തെ കരുണകളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവ്. അവിടുത്തെ ദയയും മനസ്സലിനെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ സഭയായി ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ഈ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. നിന്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന വലിയ താല്പര്യത്തിനും ഉത്സാഹത്തിനുമായും ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വേലയെ മാനിച്ച് ദൈവത്തിന്റെ വേലയെ സ്നേഹിച്ച് അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗത്തിലെ ദൈവം ആദരിക്കുകയും അതിന് തക്ക പ്രതിഫലം കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ ചായനെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ അമ്മച്ചിയെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവരുടെ വാർദ്ധക്യ സമയത്ത് അവരുടെ ജീവിതത്തിലുള്ള ശാരീരികമായ ക്ലേശങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അവിടുത്തെ കൃപയാൽ അവരെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രിയ സജീവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബിന്ദു ശിശുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഫലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബമായി നീ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്കെല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആരോഗ്യത്തിനും സൗഖ്യത്തിനും ആയി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ നാളുകളിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള സൗഖ്യം നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ലോകത്തിൽ പല മാർഗങ്ങളുണ്ടെങ്കിലും കർത്താവ്, പൂർണ്ണമായ സൗഖ്യം, പരിപൂർണമായ സൗഖ്യം ദൈവം മാത്രം നൽകുന്നതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരുടെ ശരീരങ്ങളെ കർത്താവ് ബലപ്പെടുത്തണമേ. ന്യൂനതകളെ കർത്താവ് പരിഹരിക്കണമേ. എല്ലാ നിലയിലും ആരോഗ്യത്തോടും ബലത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ബിന്ദുവിന്റെ ബിസിനസിനെ കർത്താവ് വിശാലമാക്കണമേ. എല്ലാ ആവശ്യങ്ങളിലും ദൈവം കൂടിയിരിക്കണമേ. എത്രത്തോളം സഹായിച്ച് ദൈവം തുടർന്നും സഹായിക്കാൻ ശക്തനാകുന്നത് കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ സിസ്റ്ററിനെ അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാധുവിനെ ഓർക്കുന്നു. അവരുടെ മക്കളെ, കൊച്ചുമക്കളെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് പകൽക്കാലം എല്ലാവരും ഏത് സ്ഥലങ്ങളിലായിരുന്നാലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ കർത്താവെ, ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തൊട്ട് അനുഗ്രഹിച്ച് അവരുടെ ജീവിതത്തിൽ സർവ്വവിധമായ അനുഗ്രഹങ്ങളും നൽകി ദൈവം അവരെ പോറ്റി പുലർത്തുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സിസ്റ്റർ ആനി ഫിലിപ്പിന് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾക്കായി സ്തോത്രം. ദൈവ കഴിവുകളെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള അവസരങ്ങളെ ദൈവം കൊടുക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവേ, നിന്റെ ദാസി അനേകരുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വെളിച്ചമായി തീരുവാൻ ദൈവം സഹായിക്കുന്നതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ പ്രിയ വിൽസൺ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സിസ്റ്ററിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവർക്ക് ദാനമായി കൊടുത്ത മക്കളെ ആയുഷിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ അമ്മച്ചിയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, കുടുംബമായി വ്യക്തിപരമായി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവിടുത്തെ ശാശ്വതമായ അനുഗ്രഹങ്ങളാൽ നിന്റെ മക്കളെ നിറയ്ക്കണമേ. ആരോഗ്യത്തോടും
കർത്താവേ, അവർ ചെയ്തു വരുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ ദൈവനാമത്തിൽ ഉയർത്തുവാൻ അവർ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ വലിയ കൃപയുണ്ടാകുവാൻ ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളെക്കാൾ അധികം ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ ദൈവം അവരെ സഹായിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ കൃപകൾക്കായി സ്തോത്രം. അവിടുന്ന് ചെയ്യുന്ന നന്മകൾക്കായി ഞങ്ങൾ തന്നെ സ്തോത്രം ചെയ്യുന്നു. Lord, I thank you for Justin and his life, and he is a true witness for the Lord. We thank you, Jesus, for all the talents, all the abilities that you have given to him. And Lord, these days I pray that a special blessing should dwell in his life. Lord, I pray that you will bless him in his schoolwork, and you will bless his plans for the future. Lord, make him a blessing to so many young people, that other people will find Jesus Christ through his life and through his testimonies, and make him a blessing to us in this church. I pray that you will establish him in faith and in the grace of God. This 2025 will be a year of spiritual transformation, a spiritual upliftment in his life, of Jesus. We pray for all the blessings in his life. We pray that you will bless his parents and siblings. I pray that the blessings will dwell in their home, in their house. We thank you, Jesus. Hallelujah. Lord, we pray for those who are being persecuted in India and everywhere in the world. So many people are serving the Lord despite of so many different kinds of persecution. I pray that your hands to be upon them. I pray for Pastor K.J. Matthew. I pray that you will touch him and heal him. We do not know what your will is, oh God, but if you have compassion on him, I pray that the mercy of the Lord to touch him and to make him and strengthen him physically, oh Jesus. Lord, we pray for Sister Sumi. We don't exactly know what she's going through, but we pray that the Lord who knows everything, the Lord who can see everything, our weaknesses, the problems of our body, the Lord sees under his microscopic eye. I pray that the same God will touch and heal her and make her well. Lord, we thank you for the offering that is taken for the work of God. I pray that you will bless each and every one of us who have given freely and willingly for the glory of your name. Bless everyone. I pray that you will supply all their needs, and there will not be any difficulties, any financial difficulties in anyone's life. We pray and we give you glory and honor. In Jesus' precious name I pray. Amen and amen. Praise God. Praise God. So now we will take a few moments to bring the message, the Word of God. Initially we will have Amina to read a scripture for us. If you want to come here, it's fine. You want to sit here, it's fine. Either way is fine. Yeah. She is going to read a scripture from Isaiah. Isaiah chapter 43, verses 18 through 19. Forget the former things. Do not dwell on the past. See, I am doing a new thing. Now it springs up. Do you not perceive it? I am making a way in the wilderness and streams in the wasteland. Thank you. Today, that was actually the message I prepared for today from that scripture. But this morning I changed it. So I gave her the scripture on Saturday to read, but I changed. That's actually a New Year message, which I will preach next week. So this week, as I was reflecting, we are before the Lord's Supper, and I didn't want to preach two messages, one for the New Year message and one for
preaching one message and going into the Lord's. So the scripture that you read, Kabina, we will read again next week, and we will speak on that. So as we come to the Lord's table or to the communion, we do it because of God's love. God's love. God loved us. And that love of God was demonstrated at the cross, on the cross. And there is no other love that is equal to the love of God that was seen at the cross. So today, I will be talking about compassion. We are compassionate church. I'll be talking about compassion. And God is love. And God loves everyone. ദൈവം സ്നേഹമാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കും. ദൈവം ആരെയും ദ്വേഷിക്കും. ദൈവമക്കൾക്ക് ഒരു ചിന്തയുണ്ട്, ദൈവമക്കളെ മാത്രമേ ദൈവം സ്നേഹിക്കുന്നുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ദൈവം മറ്റുള്ളവരെല്ലാം വെറുക്കുന്നു. ദൈവം ആരെയും വെറുക്കുന്നില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു തൻ്റെ ഏകജാതനായ പുത്രൻ മരിച്ച് തൻ്റെ മരണത്തിലൂടെ ഈ ലോകത്തിന്, ദൈവം ലോകത്തെയാണ്, ബ്രോഡാണ്, വളരെ ബ്രോഡായിട്ടുള്ള ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. കാൽവരിയാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല സീൻ ഈസ് കാൽവരി. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നു. അതാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നു. മനുഷ്യരുടെ സ്നേഹം അവസാനിക്കും. നമുക്കറിയാം, വളരെ സ്നേഹത്തോട്, വളരെ പ്രതീക്ഷകളോട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അനേകം 2-3 ആഴ്ച കഴിയുമ്പോൾ പിരിഞ്ഞു പോകുന്നവരുണ്ട്. 2 വർഷം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവരുണ്ട്. 50 വർഷം കഴിയുമ്പോൾ പിരിഞ്ഞു പോകുന്നവരുണ്ട്. അപ്പോൾ മാനുഷികമായ സ്നേഹമെല്ലാം അവസാനിക്കുന്ന സ്നേഹം. The love of man, the human love, is conditional, and it ends. And also there are love that human love that never ends. You see situations of all kinds of situations. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രാധാന്യത എന്ന് പറയുന്നത് അത് ലൈഫ് ചേഞ്ചിങ്. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ it changes our life. വളരെ ക്രൂരന്മാരായിട്ടുള്ള മനുഷ്യർ യേശുവിൻ്റെ സ്നേഹം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ മനുഷ്യ സ്നേഹികളായി. മറ്റുള്ളവരെ നരഭോജികളെ നരസ്നേഹികളാക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. സോ അപ്പൊ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയും. ദൈവസ്നേഹം നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ അവരുടെ ഈ കുറ്റവും മറ്റേ കുറവുകളും ഒക്കെ നമ്മുടെ ദൃഷ്ടിയിൽ പൊന്തി വരുന്നത്. എപ്പോഴാണെന്ന് വെച്ചാൽ സ്നേഹം കുറയുമ്പോഴാണ്. അപ്പം ദൈവസ്നേഹം നമ്മളിൽ വളരേണ്ടതാണ് ഏറ്റവും ആവശ്യം. ആ ദൈവസ്നേഹത്തിന്റെ മുൻപിലാണ് ഇന്ന് നാം കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കമ്പാഷൻ എന്ന ആ ഒരു ചെറിയ ചിന്ത നമുക്ക് ഇന്ന്, അതാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കമ്പാഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഒരു സഹാനുഭൂതി, സഹതാപം, അനുകമ്പ, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ഈ കമ്പാഷൻ. ദയ, പലതരത്തിലുള്ള മലയാളം അർത്ഥങ്ങൾ നമുക്കതിലുണ്ട്. അപ്പോൾ നമ്മളിൽ ഒരു കമ്പാഷനേറ്റ് ഹാർട്ട് ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമുക്ക് നേരിൽ കണ്ട് അതിൽ ഇടപെടാനായിട്ടുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാകും. കമ്പാഷൻ ഉണ്ടെങ്കിൽ വലയുന്നവരെ, സാമ്പത്തിക ബുദ്ധിമുട്ടുന്നവരെ, അവരുടെ ജീവിതത്തിൽ നമുക്ക് അവരുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ, മറ്റൊരാളുടെ നിർദ്ദേശമില്ലാതെ അവരിങ്ങോട്ട് ചോദിക്കാതെ
ഇങ്ങോട്ട് വന്ന് റിക്വസ്റ്റ് ചെയ്യാതെ അങ്ങോട്ട് ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഉള്ള ഒരു മനസ്സ് എപ്പോഴാണ് കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ ഹൃദയം ഒരു കമ്പാഷനേറ്റ് ഹാർട്ടായിരിക്കും. നമുക്ക് മദർ തെരേസയുടെ ജീവിതം അറിയാം. നമ്മൾ കൂടുതൽ മദർ തെരേസയുടെ സ്റ്റോറിയാണ് പറയുന്നത്. പക്ഷെ മദർ തെരേസയുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഷീ ഹാഡ് എ കമ്പാഷനേറ്റ് ഹാർട്ട്. കുഷ്ഠരോഗികളായിരുന്നാലും ഏത് വിധത്തിലുള്ള രോഗികളായിരുന്നാലും അത് എനിക്കും കൂടെ പടരുമോ എന്നുള്ള ആ ഒരു ഭയം കൂടാതെ, അറപ്പ് കൂടാതെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കണ്ട് ഇറങ്ങിച്ചെന്ന് സഹായിച്ച ആ ഒരു ജീവിതം എന്ന് പറയുന്നത് കമ്പാഷനേറ്റ് ഹാർട്ടിന്റെ ഒരു വലിയ ഉദാഹരണം. ഇന്ന് നമ്മൾ നോക്കുന്നത് 3 കാര്യങ്ങളാണ്. കമ്പാഷൻ എന്നുള്ള സബ്ജക്റ്റിൽ നമ്മൾ നോക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ദൈവം ഒരു കമ്പാഷൻ ഉള്ള ദൈവമാണ്. നമ്മുടെ ദൈവം, ഞാൻ നോക്കുന്നത് 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ദൈവത്തെ കുറിച്ച് നോക്കുകയാണ്. ദൈവത്തിന്റെ കമ്പാഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ യേശു ക്രിസ്തു കമ്പാഷൻ ഉള്ള ഒരു നമ്മുടെ രക്ഷിതാവ്, കമ്പാഷൻ ഉള്ള ഒരു രക്ഷിതാവാണ്. അപ്പോൾ യേശു ക്രിസ്തുവും ദൈവവും കമ്പാഷൻ കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ അവസാനത്തെ പോയിന്റ്, we need to be compassionate people. We have to be compassionate. ഞാൻ ചില വാക്യങ്ങളൊക്കെ ആണ് ഇന്ന് പ്രധാനമായിട്ടും കൂടുതൽ എലാബറേഷൻ ചെയ്യാതെ ദൈവത്തിന്റെ കമ്പാഷൻ എവിടെ, നമുക്ക് എന്താണ് അതിന് തെളിവ്, ദൈവം കമ്പാഷനുള്ള ഒരു ദൈവമാണ് എന്ന് നാം പറയുന്നു. നമുക്ക് അനേക വേദഭാഗങ്ങൾ, നമുക്കെല്ലാം അറിയാവുന്ന വേദഭാഗങ്ങളായിരിക്കാം. എന്നാൽ എക്സോഡസ് 33:19 നോക്കുമ്പോൾ, വാക്യം മുഴുവനും ഞാൻ വായിക്കത്തില്ല, കരുണ കാണിക്കാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്ന് അരുളി ചെയ്തു. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും. കരുണ കാണിക്കാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. ഈ ഭാഗത്ത് ദൈവത്തിന്റെ കരുണയും കൃപയും എല്ലാവർക്കും ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ചെറിയ ഒരു ഡൗട്ടുണ്ട്. എല്ലാവർക്കും ലഭിക്കത്തില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ കരുണ ലഭിക്കത്തക്കതുപോലെ നാം കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ്. കരുണാസമ്പന്നനായ ദൈവം, ആ ദൈവം നമുക്ക് കൃപ കാണിക്കും, കൃപ നൽകും. ദൈവം നമ്മോട് കമ്പാഷനോടുകൂടി ഇടപെടും. യെശയ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തുകയും നീരുറവുകൾക്കരികെ അവരെ കൊണ്ടുപോവുകയും ചെയ്യും. അവരോട് കരുണയുള്ളവൻ, ദൈവം കരുണയുള്ളവനാണ്. നാം ഓർക്കണം, നമുക്ക് ഈ ഇന്ത്യയിലൊക്കെ നമ്മൾ അമ്പലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ദൈവത്തിന്റെ രൂപങ്ങൾ, അനേക രൂപങ്ങൾ നമുക്ക് കാണാം. ചില ദൈവത്തിന്റെ രൂപം കണ്ടാൽ നമുക്ക് ഭയം തോന്നും, അല്ലേ? ക്രൂരനായ ഒരു ദൈവം. പക്ഷെ നമ്മുടെ ദൈവം സ്നേഹമുള്ള ഒരു ദൈവം, കരുണയുള്ളവരാണ്. ആ കരുണയുള്ള ഒരാള് നമ്മുടെ കരം പിടിച്ചിരിക്കുന്നു എന്ന് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് വലിയ ഭാരം ആവശ്യമില്ല. കരുണയുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ, സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടി എന്നവൻ ഓർക്കുന്നു. കരുണയുള്ള ഒരു ദൈവം ഉണ്ടായത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് മാനുഷികമായ ബലഹീനതകൾ, മിസ്റ്റേക്കുകളൊന്നും വരാത്തവരാരും ഇല്ല. വാസ്തവം മാനുഷികമായിട്ടുള്ള ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ദൈവം ഉടനടി നമ്മളെ വെട്ടി അങ്ങ് കളഞ്ഞ്, നമ്മൾ പല ഉപദേശക്കാരും പ്രസംഗിക്കുന്നത് അങ്ങനെയാണ്, അതെല്ലാം പോയി തീർന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു ദൈവമല്ല. വീണ്ടും എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്കുകൾ ചെയ്യണമെന്ന് എൻകറേജ് ചെയ്യല്ല. എന്നാൽ ദൈവം നമ്മെ ഒരിക്കലും അങ്ങനെ നമ്മളൊരു ചെറിയൊരു മിസ്റ്റേക്ക് കാണിച്ചു ദൈവം ഉടനെ നമ്മളെ അങ്ങ് പുറത്താക്കുന്ന ഒരു ദൈവം. നമ്മൾ മുടിയനായ പുത്രന്റെ ആ സ്റ്റോറിയിൽ കൂടി മനസ്സിലാക്കുന്ന അതൊരു സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഒരു കമ്പാരിസനാണ്. അതിൽ കൂടി നാം മനസ്സിലാക്കുന്നത് എന്താണ്?
ഒരു മകൻ വളരെ ചെയ്തുകൂടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം നശിപ്പിച്ച് മടങ്ങി വരുന്ന ആ ഒരു മകനെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന ഒരാൾ. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ നമ്മുടെ ഒരു ഫാദറായിട്ടാണ് ദൈവത്തിന്റെ വചനം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് ഒരു ഹ്യൂമൻ ഫാദറിന് ദൈവം തന്റെ മകനോടോ മകളോടോ കരുണ തോന്നിയെങ്കിൽ സ്വർഗസ്നായ നമ്മുടെ പിതാവിന് എത്രയധികം അവരോട് കരുണ ഉള്ളവൻ അവരെ വഴി നടത്തും. അങ്ങനെയുള്ള ഒരു ദൈവം നമ്മെ പിടിച്ചിരിക്കുന്നതുകൊണ്ട്, നമ്മുടെ കൈ പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മോട് ദേഷ്യപ്പെടത്തില്ല. എന്നോട് ചിലര് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്, ഞാൻ ഒരു സമയത്ത് ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യും, അപ്പൊ അത് മനസ്സിലാക്കിക്കോണം. അപ്പം പിന്നെ രണ്ടാമതും മൂന്നാമതും ഒക്കെ പോയി ഇച്ചിരി ഇറിറ്റേഷൻ വരും. പക്ഷെ ദൈവത്തിന് അങ്ങനെയുള്ള ഇറിറ്റേഷൻ ഒന്നുമില്ല. എങ്ങനെ ഇറിറ്റേഷൻ വരും ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമുക്ക് നാം ആയിരിക്കുന്നത് പോലെ ആയിരിക്കാൻ കഴിയും. നമുക്ക് അഭിനയത്തിന്റെ ആവശ്യമില്ല, നമുക്ക് ഇല്ലാത്ത കഴിവുകൾ പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മൾ എങ്ങനെയുള്ള ആളായിരുന്നാലും അവൻ ഉള്ളതുപോലെ സ്നേഹിക്കുന്നു. അപ്പൊ അവൻ കരുണ ഉള്ള ദൈവമാണ്. യെശയ്യാവിന്റെ ആ 49-ാം അധ്യായത്തിൽ തന്നെ 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു, തന്റെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്നു. അവിടെ അരിഷ്ടന്മാരെന്ന് പറഞ്ഞാല് അഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ് എൻ്റെ ഇംഗ്ലീഷ് വാക്ക്. പീപ്പിൾ ഹു ഹാവ് അഫ്ലിക്ഷൻ. അരിഷ്ടൻ എന്നുള്ള വാക്ക് മലയാളത്തിൽ ഒരു ചെറിയ പ്രശ്നം സൃഷ്ടിക്കുന്ന വാക്കാണ്. പക്ഷെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷിലുള്ള വാക്ക് അഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾ, ജീവിതത്തിൽ രോഗം അനുഭവിക്കുന്ന ആളുകൾ, ജീവിതത്തിൽ സാമ്പത്തിക പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, ഏത് തരത്തിലുള്ള അഫ്ലിക്ഷൻ ആയിരുന്നാലും, regardless of whatever may be the affliction, the Lord have compassion on us. Can you imagine what kind of benefit that is? സാധാരണ ഒരു മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ ഈ വലിയ ചർച്ചസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. People will mingle with other people of the same kind. അപ്പം അത് എനിക്കറിയാം, അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു ചർച്ചയിൽ പോകുമ്പോൾ പഠിത്തമുള്ളവരെല്ലാം പഠിത്തമുള്ളവരുടെ കൂടെ, പണമുള്ളവരെല്ലാം പണമുള്ളവരുടെ കൂടെ, പിന്നെ കൃപയുള്ളവരെല്ലാം കൃപയുള്ളവരുടെ കൂടെ. അപ്പൊ അങ്ങനെ ആണ് മനുഷ്യൻ ഹാങ് ഔട്ട് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ കരുണ അഫ്ലിക്ഷൻ ആയിട്ടുള്ള ആർക്കും ഇഷ്ടമല്ല. ഈ ലോകത്തിൽ അവരേക്ക് ഒഴിവാക്കാനായിട്ടാണ് നോക്കുന്നത്. നമുക്ക് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളപ്പോൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു ഭാഗം എൻ്റെ സമയത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഈ പിന്നെ മാവിൻ്റെ ഒരു എക്സാമ്പിൾ. മാവിൻ്റെ മാങ്ങ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ പക്ഷികളും എല്ലാം വന്ന് അതെല്ലാം ഭക്ഷിച്ച് സമൃദ്ധിയോടെ സന്തോഷിച്ച് പാട്ടുകളൊക്കെ പാടി അവിടെ തീരും. പക്ഷെ മാങ്ങ തീർന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യനും ഉണ്ടാകും. പക്ഷെ ദൈവം അങ്ങനെ, മാങ്ങ തീർന്നാലും നമ്മുടെ ജീവിതം കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ എത്തിയാലും, നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളും പ്രതികൂലങ്ങളും വർദ്ധിച്ചാലും ആ സമയത്തും നമ്മോട് കൂടെ ഉണ്ട്. അവിടെയാണ് ദൈവത്തിന്റെ കരുണയുടെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകത്തിലാണ് ഒരുപാട് വാക്യങ്ങൾ ഇതിനെ സംബന്ധിച്ചുള്ളത്. 63-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവന്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം, ഞാൻ അത്ര അത് എടുക്കുന്നുള്ളൂ, അവന്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗൃഹത്തിന് കാണിച്ച വലിയ നന്മയെയും കീർത്തിക്കും. അത് ഞാൻ എന്തുകൊണ്ടാണ് അത്രയും ഫോക്കസ് ചെയ്യുന്നത്? അവന്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം. അപ്പൊ ദൈവം നമുക്കൊരു ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കരുണയ്ക്ക് ഒത്തവണ്ണമാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്. ഇപ്പം ഒരു പക്ഷേ ഈ ഗിഫ്റ്റ് ചെറുതായി, അത് നമ്മുടെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ.
പക്ഷെ ദൈവത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെയാണ്. ദൈവത്തിന് ലിമിറ്റേഷൻസ് ഇല്ല. യാതൊരു വിധത്തിലും ദൈവത്തിന് ലിമിറ്റേഷൻസ് ഇല്ല. ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ തോന്നിയാൽ നാം പ്രതീക്ഷിച്ചതിലും, അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വായിക്കുന്നത്, നാം നനച്ചതിലും ചിന്തിച്ചതിലും അത്യന്തപരമായി. അപ്പം അവന്റെ കരുണയ്ക്കും അവന്റെ മഹാദയയ്ക്കും ഒത്തവണ്ണമാണ് ദൈവം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ അഫ്ലിക്ഷൻ മാറിപ്പോകാനായിരുന്നാലും, നമ്മുടെ ലിമിറ്റേഷൻസ് മാറിപ്പോകാനായിരുന്നാലും, ഏത് തരത്തിലായിരുന്നാലും ദൈവത്തിന്റെ വലിയ കരുണ ദൈവം വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ദയക്കൊത്തമാണ്. അത് നമ്മൾ ഓർക്കണം. നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നത് ഒരു ചെറിയ അളവിലല്ല, വലിയ അളവിലാണ്. അപ്പൊ അത് ദൈവത്തിന്റെ ദയക്ക് ഒത്തവണ്ണമാണ് അവന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വരുന്നത്. സങ്കീർത്തനം 51 നമുക്കറിയാം, ഒരു ഡിഫറെന്റ് സിറ്റുവേഷൻ ഉള്ള ഒരു സങ്കീർത്തനമാണ്. അവിടെ നാം കാണുന്നത്, ദൈവമേ നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. അപ്പോൾ ദൈവത്തിന്റെ കരുണയുടെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ ലംഘനങ്ങൾ, നമ്മുടെ പാപങ്ങൾ, അവയൊക്കെ മായിച്ചു കളയുവാൻ കർത്താവിന്റെ കാൽവരി ക്രൂശിലെ രക്തത്തിന് നമ്മുടെ പാപങ്ങളെ മായിച്ചു കളവാനുള്ള ശക്തിയുണ്ട്. പക്ഷെങ്കിൽ ആ പാപങ്ങൾ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന യേശുക്രിസ്തു, ദൈവം യേശുക്രിസ്തുവിനെ, ഈ പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് അവന്റെ വലിയ കരുണയാണ്. അത് കാൽവരി ക്രൂശിൽ അപ്രകാരം കർത്താവ് പരമയാഗമായി തീർന്നത് കൊണ്ട് നമ്മുടെ പാപത്തിൽ നിന്ന്, നമ്മുടെ ലംഘനങ്ങളിൽ നിന്ന് നമുക്ക് വിടുതലുണ്ട്, നമുക്ക് നിത്യജീവനുണ്ട്, നമുക്ക് പാപക്ഷമയുണ്ട്, നമുക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ വലിയൊരു കരുണയാണ്. 103-ാം സങ്കീർത്തനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണിത്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. 116-ാം സങ്കീർത്തനത്തിൽ നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. 119-ാം സങ്കീർത്തനത്തിൽ ഞാൻ ജീവിച്ചിരിക്കേണ്ടുന്നതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന് ദൈവത്തിന്റെ കരുണ അത്യാവശ്യമാണ്. That is very important for our life. 145-ാം സങ്കീർത്തനത്തിൽ യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും ഉള്ളവൻ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ കർത്താവ് മഹാകരുണയും മനസ്സലിയുമുള്ള ദൈവമാണ്. അപ്പൊ ഈ വേദപുസ്തകത്തിൽ ഉടനീളം ദൈവത്തിന്റെ കരുണയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രാധാന്യത എന്താണ് എന്ന് ചോദിച്ചാൽ, അത്യുന്നതനായ ഒരു ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമുക്ക് നാം ആയിരിക്കുന്നത് പോലെ കടന്നു വരാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ബലഹീനതകളുള്ളവരാണ്, ദോഷമുള്ളവരാണ്. എന്നാൽ നമുക്ക് ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് കടന്നു വരുവാനുള്ള ആ ഒരു ഡോറ്, ആ ഒരു വാതിൽ തുറന്നു തന്നതാണ് ദൈവത്തിന്റെ കരുണ. അപ്പൊ ദൈവം കരുണയുള്ളവരാണ്. ഇനിയും യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അപ്പൊ നമുക്കുള്ള മഹാപുരോഹിതൻ യേശു ക്രിസ്തു, നമുക്ക് വേണ്ടി ദൈവപിതാവിനോട് അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആ യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവ്, compassionate God. He empathizes with our weakness. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ, യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ, യേശു ക്രിസ്തു ജനത്തെ കണ്ടപ്പോൾ അവരോട് കരുണ തോന്നി, അവരോട് സഹതാപം തോന്നി. അവർ വഴിയിൽ വെച്ച് നശിച്ചു പോകുമോ, അവർക്ക് വീട് വരെ എത്താൻ പറ്റുമോ, അപ്പോൾ അവരെ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക. അപ്പൊ അവരെ കണ്ടിട്ട് he was moved with compassion. നമ്മുടെ രക്ഷിതാവ് കമ്പാഷൻ ഉള്ള ഒരു ദൈവമാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ
ഒരാളുടെ അപേക്ഷയാണിത്. കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. യേശു നിന്നു അവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണ് തുറന്നു കിട്ടണം എന്ന് അവൻ പറഞ്ഞു. യേശു മനസ്സലിഞ്ഞു, അവരുടെ കണ്ണ് തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവരെ അനുഗ്രഹിച്ചു. യേശു ക്രിസ്തു എപ്പോഴും നമ്മുടെ അവസ്ഥകളിൽ യേശുവിനെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല, ഒന്നും അസാധ്യമായിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കതെല്ലാം കിട്ടാത്തതെന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പം യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ രോഗിയായിരിക്കുന്നത്? അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്, ദൈവം യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ എല്ലാ രോഗികളും സൗഖ്യമാക്കി. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തെ വായിക്കുന്നത്. ഒരുപാട് രോഗികളുണ്ടായിരുന്നു, നാനാവിധ വ്യാധിക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് സൗഖ്യമാക്കിയത്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് അറിയണോ? ബട്ട് എല്ലാവർക്കും ഞാനീ പറയുന്ന സൗഖ്യം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം ഓർക്കും, ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി, ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ച് ചെല്ലുന്നവർക്ക് അവൻ തീർച്ചയായിട്ടും സൗഖ്യം നൽകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും ഇപ്പം ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇവിടെ ഡെമോൺസ്ട്രേഷൻ നടത്തിയവരൊന്നും സൗഖ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കില്ല, അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നാൽ സൗഖ്യം നൽകുന്നത്, സൗഖ്യം കിട്ടുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിൽ കരയുന്നവർക്ക്, ദൈവസന്നിധിയിൽ താഴ്ത്തുന്നവർക്ക്. ഞാൻ ഇന്നലെ വായിച്ച വേദഭാഗത്തിൽ പഴയ നിയമ ക്രോണിക്കിൾസിൽ രാജാവിന് ദീനം വന്നു, ഉടനെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു, അവിടെ സൗഖ്യമുണ്ടായി. അപ്പൊ ദൈവം ഈ നാടുകളിൽ രോഗസൗഖ്യം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. അപ്പോൾ ഇതൊരു തിയററ്റിക്കൽ അറിവല്ല, ഇതൊരു തിയററ്റിക്കലായിട്ട് ഞാൻ പറയുന്ന ഒരു അറിവല്ല. ഞാനിത് പറയുന്നത് ഒരു അനുഭവത്തിൽ നിന്നുള്ള ഒരു അറിവാണ്. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം തീർച്ചയായിട്ടും ഉത്തരം നൽകും. അത് എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അപ്രകാരമുള്ള അനുഗ്രഹങ്ങളെ നൽകിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ദൈവം കരുണയുള്ളവരാണ്, നമ്മുടെ രക്ഷിതാവ് കരുണയുള്ളവരാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്? നമ്മളും കരുണയുള്ളവരായിരിക്കണം, നമ്മളും കരുണ ഉള്ളവരായിരിക്കണം. 112 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, അവൻ കൃപയും കരുണയും നീതിയുള്ളവനാകുന്നു, കൃപ തോന്നി വായ്പ കൊടുക്കുന്നത് ശുഭമായിരിക്കും, വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അപ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കുന്നത്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്ക് ഉള്ള കഷ്ടത്തിലൊക്കെയും അവർ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഒരു കരുണയുള്ള കമ്പാഷനുള്ള വ്യക്തികളായിരിക്കേണ്ടതെന്ന് വെച്ചാൽ അതാണ് അതിന്റെ മോഡൽ, അതാണ് ദൈവമക്കളെ സംബന്ധിച്ചിട്ടുള്ള മോഡൽ. എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവർ ആയിരിപ്പീൻ. വിനയബുദ്ധി ഉള്ളവർ ആയിരിപ്പീൻ. അങ്ങനെ ദൈവം കരുണയുള്ളവൻ, നമ്മുടെ രക്ഷിതാവ്. ഞാനത് ഡിഫറൻഷ്യൽ പറഞ്ഞ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഞാൻ ആ ഡിഫറൻഷിയേറ്റിംഗ് കൊണ്ടുവന്ന് എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് കാൽവറി ക്രൂശിൽ തന്റെ കരുണ മനസ്സലിവ് പ്രദർശിപ്പിച്ചതുകൊണ്ട് അതാണ് ആ ഡിഫറൻഷിയേഷൻ വന്നത്. എന്നാൽ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം കമ്പാഷനുള്ള വ്യക്തികളായി, സഹോദരന്മാരായി, സഹോദരിമാരായി
ലോകത്തിൽ ആയിരിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് നാം കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിലാണ് ഇവിടെ ആയിരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ മേശയിൽ മുൻപാകെ വരുമ്പോൾ നാം ചില കാര്യങ്ങൾ ഓർക്കണം. ഒന്നാമത് നമ്മൾ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് ഓർക്കണം. ദൈവത്തിൻ്റെ ദയയാണ് ഈ നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. ദൈവത്തിൻ്റെ മനസ്സരിവാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. ദൈവത്തിൻ്റെ സ്നേഹം കാൽവരി ക്രൂശിൽ കർത്താവ് തൻ്റെ ഏകജാതനായ പുത്രനിൽ കൂടി ആ വലിയ ഒരു സാക്രിഫിഷ്യൽ ഡെത്ത് അവിടെ നടന്നതുകൊണ്ടാണ് നമുക്കിന്ന് ഇങ്ങനെ ഇവിടെ കടന്നു വരുവാൻ, ഇന്ന് ഈ തിരുമേശയുടെ മുൻപാകെ ആയിരിക്കുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലോർഡ്സ് സപ്പർ നടത്തിയപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ആവർത്തിക്കും. കാരണം ഇത് ഒരു ലോർഡ്സ് സപ്പറിൻ്റെ മിനിസ്ട്രി ആയതുകൊണ്ട് സം ഓഫ് ദ തിങ്സ് വി ഹാവ് ടു റിപ്പീറ്റ്. നമ്മൾ സ്നാനപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ സ്നാനം ഒരിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. യേശു ക്രിസ്തു നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നാണ് സ്നാനം, രണ്ടാമത്തേത് ലോർഡ്സ് സപ്പർ. അത് നമ്മൾ നിരന്തരം, അതിനൊരു ഇത്ര മാസം കൂടുമ്പോഴൊന്നോ ഒന്നും അങ്ങനെ ഒരു നിബന്ധനകളൊന്നും ആരും വെച്ചിട്ടില്ല. ചില ചർച്ചസിൽ എല്ലാ ആഴ്ചയിലും ലോർഡ്സ് സപ്പർ ഉണ്ട്. ചിലർ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യും, ചിലർ മാസത്തിലൊന്നും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ മേശ നമ്മുടെ ജീവിതത്തിൽ അതിലെ പാർട്ടിസിപ്പേഷൻ ഏറ്റവും ആവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ കാണിക്കും. അതിൻ്റെ ഗുണങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചപ്പോൾ അതിൻ്റെ പല വിധത്തിലുള്ള ഗുണങ്ങൾ അതൊന്നും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം കർത്താവിൻ്റെ മേശയുടെ മുൻപാകെ വരുമ്പോൾ നാം ഓർക്കേണ്ടുന്നത് ദൈവസ്നേഹം. നാം കാൽവരി ക്രൂശിനെയാണ് നാം ഓർക്കേണ്ടത്. കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട കർത്താവിൻ്റെ ശരീരം, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ യേശുവിൻ്റെ രക്തം, കർത്താവ് അനുഭവിച്ച വേദന, നമ്മുടെ പാപങ്ങൾ പോക്കുവാൻ, നമ്മുടെ പാപത്തിന് പരിഹാരം നൽകുവാൻ, നാം അനുഭവിക്കേണ്ടുന്ന ശിക്ഷ, നാം വ്യക്തിപരമായിട്ട് അനുഭവിക്കേണ്ടുന്ന ശിക്ഷ നമുക്ക് വേണ്ടി, നമുക്ക് പകരമായി യേശുവിൻ്റെ മേൽ ചാർത്തപ്പെട്ടു. അവൻ നമ്മുടെ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു ക്രിസ്തു ആ ശിക്ഷാവിധി കാൽവരിയിൽ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് നാം റോമാലേഖനത്തിൽ വായിക്കുന്നത്, now there is no more condemnation to those who believe in Christ. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇനിയും യാതൊരു ശിക്ഷാവിധിയുമില്ല. നമ്മുടെ മേൽ നമുക്കെതിരായി നിന്ന സകല ശിക്ഷാവിധികളെയും യേശു ക്രിസ്തു കാൽവരിയിൽ ഒരിക്കലായിട്ട് പരിഹരിച്ചു. തൻ്റെ ശരീരം അവരടിച്ചു, അവർ കൈകാലുകളിൽ ആണികൾ തറയ്ക്കപ്പെട്ടു, അവൻ്റെ ശരീരത്തിൽ കൂടി രക്തം വാർന്ന് ഒലിച്ചു, ആ അവസാനത്തെ തുള്ളി രക്തം വരികയും നമുക്ക് വേണ്ടി കർത്താവ് ആ കാൽവരിയിൽ ചൊരിഞ്ഞു. നാം ഈ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇത് നമുക്കൊരു ആത്മീയ ബലം തരുന്ന ഒരു ശുശ്രൂഷ. ഇത് സ്പിരിച്വൽ ഫുഡാണ്. നമുക്ക് ഭൗതികമായിട്ടുള്ള ഫുഡ് നാം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരം വീക്കാവുന്നത് പോലെ നമ്മെ ഒന്നിച്ച് ആത്മീയ ബന്ധത്തിൽ നിലനിർത്തുന്ന ഒരു ശുശ്രൂഷയാണ് ഈ കർത്താവിൻ്റെ മേശയിൽ നിന്നുള്ള ഈ ശുശ്രൂഷ. അപ്പം അതിൽ നാം സംബന്ധിക്കുമ്പോൾ നാം അതിൽ കൂടി ലഭിക്കേണ്ടുന്ന ആത്മീയമായിട്ടുള്ള ഉത്തേജനം, ആത്മീയമായിട്ടുള്ള പ്രയോജനങ്ങൾ, അതുപോലെ നാം സഹോദരന്മാരുടെ യൂണിറ്റി, നാം എല്ലാവരും വിശ്വാസത്തിലുള്ള ഐക്യത, അതെല്ലാം നാം ഇവിടെ കാണുന്നു. ഈ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുമ്പോൾ ഇവിടെ പല സഭകളും പഠിപ്പിക്കുന്നത്, റോമൻ കത്തോലിക്ക സഭ പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നത്, ഇത് കർത്താവിൻ്റെ ഇത് രക്തവും ശരീരവുമായിട്ട് രൂപാന്തരപ്പെടും. It just convert itself into the blood and the body of Christ. ഇവിടെ അങ്ങനെ സംഭവിക്കുന്നു. It is no change is happening to any of these things. നാം ഇവിടെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ
ശ്രദ്ധിച്ചാൽ ഇവിടെ യേശുവിന്റെ പ്രസൻസ് ആണ്. It's a spiritual presence that we have seen in this ministry. അതുകൊണ്ട് നമുക്ക് ഇന്ന് അല്പസമയം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധി നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ നാം കടന്നു വരുന്നത്, കർത്താവിന്റെ സന്നിധിയിൽ നാം പക്ഷെങ്കിൽ വളരെ നല്ലവരാണ്, നീതിമാന്മാരാണ്, വിശുദ്ധരാണ്. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് ശോധന ചെയ്ത് നോക്കാം. കർത്താവിന്റെ കാൽവരി ക്രൂശിനെ നമുക്ക് ധ്യാനിക്കാം. കർത്താവേ, എന്റെ പാപത്തിന് പരിഹാരം വരുത്തുക, അവിടുന്ന് പരമയാഗമായി തീർച്ചയായും സ്തോത്രം. Hallelujah, hallelujah, hallelujah. Praise the name of Jesus. Hallelujah. ദൈവത്തിന്റെ കൃപകൾ നമുക്ക് ദൈവം നൽകി തന്നത് ഈ പാപത്തിന് പരിഹാരം വരുത്തുന്നു. നിത്യജീവന്റെ അവകാശികളായി നാം തീർന്നത് ദൈവം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുന്നു. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതിയത് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു. എത്രയോ വേദന, നമ്മുടെ വേദന അകറ്റുവാൻ കർത്താവ് എത്ര വേദന സഹിച്ചു. കർത്താവിന്റെ വലിയ കരുണ, വലിയ മനസ്സലിവ്, നമ്മെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ ദയ, അവന്റെ വിശ്വസ്തത എത്രയോ വലുതാണ്. ആ ദൈവസന്നദ്ധയിൽ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി കേൾപ്പിക്കാം. നാം ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നും ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നോക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോഴും അവന്റെ മരണത്തെ പ്രസ്താവിക്കും. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യണം. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിത്യരോഗം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഇപ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മളിൽ അയക്കുവാൻ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ശുദ്ധീകരിക്കുവാൻ, നമ്മളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ വെടിപ്പാക്കുവാൻ നമ്മെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇതിൽ സമ്മതിക്കും. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് അങ്ങനെയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവത്തിന്റെ സന്നദ്ധ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ മേശയിൽ നിന്ന് പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. ഈ സമയത്ത് Sister Annie will sing a song and I'm going to distribute this. Lord,
ആദ്യമായിട്ട് നമുക്ക് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. ഞങ്ങൾക്ക് വേണ്ടി വേദന സഹിച്ചു. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അവിടുത്തെ കാലുകൾ, കൈകൾ, അവിടുത്തെ തിരുശരീരം ക്രൂശിക്കപ്പെട്ടു. കർത്താവേ, കർത്താവിന്റെ മരണത്തിലൂടെ ഞങ്ങൾക്ക് നിത്യജീവനുണ്ട്. ഞങ്ങളുടെ നിത്യശിക്ഷാവധിയിൽ നിന്നും വിടുതലുണ്ട്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവം ചെയ്ത ദൈവത്തിന്റെ മനസ്സലിവിനെ ഓർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് ശുദ്ധീകരിക്കുന്നതുകൊണ്ട് സ്തോത്രം. അവിടുന്ന് അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് വേണ്ടി അടിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു. അവിടുത്തെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നു. കർത്താവേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ആദ്യമായിട്ട് അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി മുറുക്കി അവർ ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പി, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. Let us take this. പിന്നെ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കൊടുത്തി, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊല്ലിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. Hallelujah. Thank you, Jesus. Praise you. Praise you. Hallelujah. Hallelujah. Glory to God. Glory, glory. Thanks, Jesus, for your grace. Thank you, Jesus, for what you have done for us. നോക്കുമ്പോൾ ഇനിയും അധികം ഇനിയും അപ്പോൾ ഇവിടെ ശേഷിക്കുന്നു. ഇത് കാണിക്കുന്നത് എന്താണ്? നമ്മുടെ കൂട്ടായ്മയിലേക്ക് നല്ല ദൈവരാജ്യത്തിലേക്ക് അനേകം കടന്നു വരേണ്ടുന്ന ആവശ്യമുണ്ട്. ദൈവം നമ്മെ വരവേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്.
ഇവാഞ്ചലിസം, റീച്ചിങ് ഔട്ട്. നാം ഈ അടുത്ത മാസങ്ങളിൽ, ഈ വർഷം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറെ കൂടെ വ്യാപൃതമായ രീതിയിൽ വന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രതിജ്ഞ ചെയ്യാം. ദൈവം നമുക്കായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഒരു വേദഭാഗം വായിക്കുന്നു. അത് കഴിയുമ്പോഴായിട്ട് സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുവാനാണ്. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടണം കാക്കപ്പെടുവാനാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസനാകുന്നു, അവനത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകല സഹോദരന്മാരെയും വിശുദ്ധ ചുമതലത്താൽ വന്ന് ചെയ്യുകയും. നാം അങ്ങനെ ചെയ്യുന്നില്ല, ബിക്കോസ് ഓഫ് ദി ലിമിറ്റേഷൻസ്, ആൻഡ് വി ആർ നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്. എന്നാൽ ഈ സമയത്ത് ഈ ശുശ്രൂഷ ഗോഡ്സ് അവസാനിക്കുകയാണ്. I'm asking sister, we need to say the closing. Praise you, Jesus. Hallelujah. Glory to God. Glory to God. Hallelujah. Praise you, Jesus. Glory to God. Thank you, Jesus. Praise you, God. Praise you, God. Praise you, God. Amen. Hallelujah. Hallelujah. Praise the name. നിറഞ്ഞവരായി ഓരോ ദിവസവും മുന്നേറുവാൻ കൃപ തരണമേ പ്രാർത്ഥിക്കുന്നേ. ദൈവരാജ്യത്തിലേക്ക് അനേക ദിവസങ്ങളിൽ കടന്നു വരുന്ന നാളുകളാക്കി തീർക്കണമേ കർത്താവേ. ലോക സംഭവങ്ങളൊക്കെ അങ്ങയുടെ വരവ് കർത്താവേ വിളിച്ചറിയിക്കുമ്പോൾ അത് ചെയ്യുവാനുള്ള ദൈവകൃപ കർത്താവിന്റെ ഓരോരുത്തർക്ക് തരണമേ. കർത്താവേ, ശുശ്രൂഷ നടത്തുവാൻ ദൈവദാസനോട് ഒരിക്കലിനായിട്ട് അധികാരപ്പെടുത്തിയതിനായിട്ട് നന്ദി കർത്താവേ. ഹാലേലൂയ. കുടുംബമായി വീണ്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയെ വീണ്ടും നിലനിർത്തിക്കാട്ട്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പിതാവേ. യേശുവിൻ തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. Hallelujah. Praise God. Praise God. So, we actually are towards the end of our service. We are 4 minutes into the overtime. So we're going to sing a Malayalam song. Wilson will come and pray and close the worship. Hallelujah.
വീണ്ടും നമ്മുടെ തലകളെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് കർത്താവ് കൃപ തന്നതിനായി നന്ദിയോടെ സ്തോത്രം. 2024 നമ്മളെ വിട്ട് കടന്നുപോയി. 2025 പ്രാരംഭ സൺഡേയില് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കി വലിയ ഭാഗ്യത്തിനായി കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നതാണ്. കർത്താവെ ദൈവമേ, വന്ന സമയം മുതൽ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഇടയാക്കിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. അനേക വിഷയങ്ങൾ ദൈവസ്ഥലെ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മറുപടി തരുമെന്ന് ഞങ്ങൾക്ക് നിന്നോടുള്ള ധൈര്യമാണല്ലോ. അത് കർത്താവെ ദൈവമേ, ഒരു വാക്തത്വം ഞങ്ങളോട് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളോട് തരാമെന്ന് നിന്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് അത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് സന്തോഷിപ്പാൻ സർവശക്തിയുള്ള ദൈവം ഞങ്ങൾക്കിടയാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയുള്ള കൃപ ഞങ്ങൾക്ക് രാവിലെ തന്നല്ല കർത്താവെ സ്തോത്രം. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിയാണ്. അപ്പച്ചന്റെ വരവും വാതിൽക്കലായിരിക്കുന്ന ഒരു കാലമാണ്. ഹല്ലേലൂയ. ഇത് നോഹയുടെ കാലഘട്ടം പോലെ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പാ ഭയത്തോടെ ഭക്തിയോടെ ആമീൻ ഹല്ലേലൂയ കർത്താവേ വിറയലോടെ ദിവസങ്ങളിലായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ തിരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ഈ സിറ്റിയിൽ നടക്കുന്ന എല്ലാ ആരാധന കൂട്ടങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭാ സമുദായമായി അനുബന്ധിച്ചു പോകുവാനിടയാകാതെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാന് ആ ബുദ്ധിയുള്ള കന്യമാരെ പോലെ വിളക്കിൽ അധികം എണ്ണ കരുതി എന്റെ കർത്താവിന് വേണ്ടി അവരെ ആവലോടെ നിൽക്കുന്ന ഒരു മണവാട്ടിയായ സഭകളായി തീരുവാൻ ദൈവം ഈ സിറ്റിയിലുള്ള എല്ലാ സഭകൾക്കും ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ കർത്താവേ ഞങ്ങളോട് പറയുവാൻ തക്കവണ്ണം ദൈവദാസനെ അധികാരപ്പെടുത്തിയല്ലോ. ഞങ്ങൾ കരുണയുള്ളവരായി തീരുവാനിടയാകണമേ. അങ്ങ് ഞങ്ങളോട് കാണിച്ച കരുണ മറ്റുള്ളവരെ ഞങ്ങളിൽ കൂടി വ്യാപരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അവർ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാനുള്ള കരുണ ഞങ്ങൾക്ക് കർത്താവ് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വായിച്ചതുപോലെ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ, 2025 ഞങ്ങൾ ആരാവോളം ദൈവത്തിന് വേണ്ടി പുതിയതായി വല്ലതും ചെയ്യുവാന്, ആത്മാക്കൾക്ക് വേണ്ടി കരയുവാന് അത് വലിയൊരു ദാഹം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസനെ വീണ്ടും നീ അധികാരപ്പെടുത്തണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിലുള്ള ദേവദാസനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തന്റെ ശുശ്രൂഷകളെ ഒക്കെ നീ കൊണ്ട് മാനിക്കണമേ. കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവേ, ഈ ഭവനത്തെ നിന്റെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയാച്ചാനെയും അമ്മച്ചയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ നീ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നടത്തിയല്ലോ അമീൻ. കർത്താവെ, ചോദിച്ചത് മാത്രമല്ല നിന്റെ മക്കൾക്ക് കൊടുത്തത്, നിനക്കാത്തത് പോലും ജീവിതത്തിൽ കൊടുത്ത് നീ നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്നും ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, വരും ദിവസങ്ങളിൽ പ്രിയാമശിയെ ഒരുമിച്ച് നിന്നെ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് സംഗതി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ നിന്റെ കാര്യങ്ങൾ തരുന്നു. നിന്റെ മക്കളെ നീ സഹായിക്കണം. ഈ ഭവനം ഇങ്ങനെ ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വിശാലമായ ഒരു ഇടം ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്ക് സ്വന്തമായ ഒരു സ്ഥലം ഞങ്ങൾക്ക് നിന്നെ ആരാധിപ്പാൻ അനേകരെ കർത്താവെ കൂടി വരുവാൻ തക്കണം. ദൈവം വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മുമ്പിൽ വാതിലുകൾ തുറക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങനെ തന്നെ സംഭവിച്ചതിനായി സ്തോത്രം.
ഇപ്പോൾ നമ്മൾ പിരിയാബന്ധുവായ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും മറക്കണമേ. കർത്താവെ വീണ്ടും കാണുന്നവരെയും അവിടുത്തെ താല്പര്യമായ ചുവടിക്കൂടെ ഞങ്ങൾ മറക്കണം. ഞങ്ങൾ ഈ ആഴ്ചയിലൊക്കെ ഡ്രൈവ് ചെയ്ത് കടന്നു പോകുന്നു. എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കണമേ. കർത്താവിന്റെ വരവ് താമസിക്കുന്നത് വീണ്ടും കാണുന്നതിനിടയാകണം. അതല്ല എങ്കിൽ ആ വ്യക്തിയുടെ തീരത്ത് ഞങ്ങൾ ആരും നഷ്ടപ്പെടാതെ കാണുവാൻ ദൈവം കൃപ ചെയ്യണം. പ്രാർത്ഥനയും യാതൊരു വേണ്ടതോട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.